സർക്കാരിനെതിരെ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ച് മറിയക്കുട്ടി ക്ഷേമ പെൻഷൻ നൽകാൻ അധികമായി പിരിച്ച സെസ്സിൽ നിന്ന് പെൻഷൻ നൽകാൻ എത്ര രൂപ വിനിയോഗിച്ചെന്ന് വ്യക്തമാക്കണമെന്നാണ് മറിയക്കുട്ടിയുടെ ആവശ്യം. 2022 ഏപ്രിൽ മാസം മുതലുള്ള കണക്ക് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി. പെട്രോളും മദ്യവും വിൽക്കുന്ന കാശ് എവിടെ പോയി? അത് ഞങ്ങൾക്ക് പെൻഷൻ തരാനില്ലേ? അത് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് കോടതിക്ക് പോയത്. പിന്നെ പോരാത്തതിന് കേന്ദ്രത്തിൽ നിന്ന് പൈസയും വന്നിട്ടുണ്ട് പെൻഷൻ തരാൻ 10 കോടി രൂപ. അതിൽ കൂടുതൽ കണ്ടോ? മറന്നുപോയി. വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അത് വേറെ ഞങ്ങൾക്ക് പെൻഷൻ തരാനേ ഞാൻ ചോദിക്കണേ. കോടതി നീതി ലഭിക്കും, വിശ്വാസമുണ്ട്. കൊച്ചിയിൽ നിന്ന് എബിൻ ജോസ് തത്സമയം ചേരുന്നു. എബിൻ, ഗുഡ് മോർണിംഗ്, പറയൂ. ഈ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറിയക്കുട്ടിയുടെ നിയമ പോരാട്ടം തുടരുകയാണ്. നേരത്തെ ഒരു തവണ ഹർജിയുമായി ഹൈക്കോടതിയിൽ പോയതാണ്. ആ സമയത്ത് ഇത് സംബന്ധിച്ച് സർക്കാരിനെതിരെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വിമർശനങ്ങൾ ഉണ്ടാവുകയും എങ്കിൽ പോലും സർക്കാരിൻ്റെ ചില വാദങ്ങൾ ശരിവെച്ചുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ കോടതി ശരിവെക്കുകയായിരുന്നു. എങ്കിലും ഈ സാമ്പത്തിക പ്രതിസന്ധി ഒക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ പോലും അധികമായി മദ്യത്തിനും അതുപോലെ തന്നെ പെട്രോളിനും ഡീസലിനുമായി ഏർപ്പെടുത്തിയ 1/4/2022 മുതലുള്ള സെസ്, ഈ സെസ് ഏത് രീതിയിലാണ് വിനിയോഗിച്ചതെന്ന് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ മറിയക്കുട്ടി വീണ്ടും ഹൈക്കോടതിയിൽ സമീപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വ്യക്തത സർക്കാരും അതുപോലെ തന്നെ വരുത്തണമെന്നാണ് മറിയക്കുട്ടിയുടെ ആവശ്യം. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് സംബന്ധിച്ചുള്ള വ്യക്തതയും ഈ കാര്യത്തിൽ സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കണമെന്നാണ് മറിയക്കുട്ടി ഹർജിയിലൂടെ ആവശ്യപ്പെടുന്നത്. ഏതായാലും മറ്റന്നാൾ ഇത് സംബന്ധിച്ച ഹർജി ഹൈക്കോടതി പരിഗണിക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. എസ്.കെ. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്നത് എബിൻ ജോസ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.